ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ റമദാൻ വിഷസ് അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, നമുക്കിന്ന് രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ. UAE രണ്ടാമത്തെ നോമ്പാണല്ലോ ഇന്ന്. അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ഇന്ന് ഫസ്റ്റത്തെ നോമ്പായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ സ്പെഷ്യൽ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സൺഡേ വൈകുന്നേരം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 4 മണിക്ക് ശേഷമാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ സൺഡേ തിങ്കളാഴ്ച ആയിരുന്നല്ലോ നമുക്ക് ഇവിടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തത്, ഫസ്റ്റത്തെ നോമ്പ്. അപ്പോൾ നമ്മൾ അന്ന് തിങ്കളാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് നമ്മൾ അന്ന് നോമ്പായത് കേട്ടോ. നമ്മൾ സാറ്റർഡേ പർച്ചേസിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡും കാര്യങ്ങളൊക്കെ ഫുള്ള് വെള്ളത്തിലായതുകൊണ്ട് അധികം ആരും തന്നെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ സൺഡേക്ക് മാറ്റിയതാണ്. ഇവിടെ തന്നെ നമ്മൾ പോണ വഴിയിലൊക്കെ ചില റോഡുകളിലൊക്കെ വെള്ളക്കെട്ടുണ്ട് കേട്ടോ. എപ്പോഴും സൺഡേ തീരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മഴേൻ്റെ സാറ്റർഡേത്തെ മഴേൻ്റെ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ചില ഭാഗത്തൊക്കെ എപ്പോഴും വെള്ളക്കെട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം പോകുന്ന നെസ്റ്റോയിലാണ് കേട്ടോ, ബുത്തീന നെസ്റ്റോ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. റമദാനൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ. ഫുഡ് ഐറ്റംസും അതേപോലെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഹോം അപ്ലയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ, ആ ഫ്ലോറിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സംഭവങ്ങൾ നോക്കാനുണ്ടായിരുന്നു. ഒരു എയർ ഫെയർ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ പൊന്നൂസിനും ഇഷുവിനും ഇതുപോലത്തെ പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസിന് വീട്ടിലുണ്ട്, ഇഷുവിൻ്റെ ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷുവിന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് വാങ്ങിയാൽ പിന്നെ മറ്റാൾക്കും അതേപോലെ വാങ്ങണം എന്നാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാം ഭയങ്കര കച്ചറയാണ്. അപ്പോൾ പൊന്നൂസും എനിക്കും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് വീട്ടിലുണ്ട്, നല്ലതൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടില്ല. വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ പൈസ. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരാൾക്കൊന്നും ഇപ്പോൾ രണ്ടാൾക്കും ഓരോന്നായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല. മറ്റാൾ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കണ്ടാൽ എന്ത് കിട്ടിയാലും വാങ്ങിക്കാൻ ഇങ്ങനെ തോന്നുമല്ലോ. പക്ഷേ ഇതുപോലത്തെ പ്ലേറ്റൊക്കെ അന്വേഷിച്ച് നാൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പിന്നെ കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഡിന്നർ സെറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്നും ആവശ്യമില്ല കേട്ടോ, വെറുതെ ഒന്ന് നോക്കിയതാണ്. ഒരു അടിപൊളി വുഡൻ്റെ സ്റ്റൈലിൽ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ കുട്ടികൾക്ക് കപ്പ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ സെറാമിക്കിൻ്റെ കപ്പ് ആണ് ഇവിടെ ഉള്ളത്. സെറാമിക്കിൻ്റെ കപ്പ് അവർക്ക് വാങ്ങിയിട്ട് അത് പെട്ടെന്ന് തന്നെ പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് നോക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് നല്ലതൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ ആ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ വേറെ സെക്ഷനിലേക്ക് പോയി നോക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എയർ ഫെയർ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. കുറേ കാലമായി ഇക്കാൻ്റെ ഒരു ആഗ്രഹമായിട്ട് എയർ ഫെയർ. ഇപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇക്ക എപ്പോഴും പറയട്ടെ നമുക്കൊരു എയർ ഫെയർ വാങ്ങിക്കണം എന്നൊക്കെ. ഇക്ക കുറച്ച് ഹെൽത്തൊക്കെ നോക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലൊക്കെ കുറച്ചിട്ട് നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാൻ കഴിയുമല്ലോ. ചിക്കൻ ആയാലും ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ആയാലും. നമ്മൾ റമദാനൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്രൈഡ് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്കിത് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങാനുള്ള ആഗ്രഹം എന്തായാലും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റമദാൻക്ക് തന്നെ ആക്കിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് ഈ ഇംബെക്സിൻ്റെ എയർ ഫെയറിന് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചെറിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 4 ലിറ്ററെങ്കിലും ആവശ്യമുണ്ട്. അതൊരു 2 ലിറ്ററിൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത് അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പൊന്നൂസും ഹിഷുവിനും കുറേ ദിവസമായി ക്ലേ വേണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലേ ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ നാട്ടിൽ പോയ സമയത്ത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കളിച്ചപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ടൈപ്പ് ക്ലേ ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. ചില ക്ലേ പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു ടൈപ്പ് ക്ലേ ആണ്. അപ്പോൾ നമ്മൾ അതന്നെ നോക്കിയിട്ട് അങ്ങനെ അതന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ വാങ്ങിക്കുകയാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഇപ്പോൾ പല സാധനങ്ങൾ ഇവിടുന്ന് വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പൊന്നൂസിന് ഇതുപോലത്തെ സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ പോണ വഴിയിൽ റമദാൻ്റെ ഡെക്കോർ ഒരുപാട് ഐറ്റംസുകളുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ്.
നെക്സ്റ്റ് ആയിട്ട് ഇതാ നമ്മൾ ഗ്രോസറി ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നെറ്റ്സും കാര്യങ്ങളും വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ആ സെക്ഷനിൽ വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത് കേട്ടോ. ഒരു കീ വെച്ചിട്ട് തുറന്നിട്ട് കഴിക്കുന്ന ഒരു നെറ്റ്സിനെ പറ്റിയിട്ട് ആളുകളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് വലിയൊരു പാക്കറ്റാണ്. ചെറുതൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്താണ്. അങ്ങനെ ഇതാ ഇവിടുന്ന് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ കുറച്ച് സ്പൈസസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരുപാട് മിഠായികൾ ഇതുപോലത്തെ ബോക്സിൽ കാണാം കേട്ടോ. അപ്പോൾ അതാ ഇതിൽ തേൻമിഠായി കണ്ടപ്പോൾ അതാ പൊന്നൂസിനും ഇഷ്യൂനും അത് വേണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ തേൻമിഠായി. അത് നമ്മുടെ നാട്ടിലത്തെ അതേ ഒരു പോലെ തന്നെയാണ്. ായിട്ട് ഇതാ നമ്മൾ പോയത് നേരെ ഫിഷിൻ്റെയും അതേപോലെ മീറ്റിൻ്റെ ഒക്കെ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഫ്രോസൺ ഐറ്റംസുകൾ വാങ്ങിക്കാനാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കനാണ് നമുക്ക് മെയിനായിട്ട് വാങ്ങിക്കാനുള്ളത്. അപ്പോൾ അതാ ചിക്കന് ഭയങ്കര റേറ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് ചിക്കൻ ഇല്ലാതെ നമുക്ക് നോമ്പിന് തീരെ കഴിയില്ലല്ലോ. എല്ലാ ടൈമിലും നമുക്ക് പറ്റൂല. പക്ഷെ നോമ്പിന് പ്രത്യേകിച്ചാണല്ലോ നമുക്ക് ചിക്കൻ കറി ബീഫ് കറി അങ്ങനത്തെ ഒക്കെ അല്ലേ നമ്മൾ അധികം ഉണ്ടാക്കുക. അങ്ങനെ നമ്മളിതാ ഒരു 3 ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സമൂസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ പീസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. മറ്റേത് നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണെന്ന് തോന്നി. അപ്പോൾ നമ്മളിതാ ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ ഒരു 1 kg ഒരു പാക്കറ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മളിതാ വാങ്ങിക്കുന്നത് ഇതാ സമൂസൻ്റെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റമളാനിന് നമ്മൾ നോമ്പ് തുറക്ക് നമ്മളെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണല്ലോ അല്ലേ സമൂസ. ഇത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഏത് പൊരിക്കടിയുള്ളൂ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് മൊസറല്ല ചീസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മൊസറല്ല ചീസും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് ഇതാ ഇക്കതാ ഫ്രോസൺ പൊറോട്ട ഒക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രഷ് പൊറോട്ടയാണ് വാങ്ങൽ. ആ പൊറോട്ട പെട്ടെന്ന് തന്നെ എക്സ്പയറി ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതാണ് വാങ്ങിക്കുന്നത്. ഫ്രഷ് പൊറോട്ട ആകുമ്പോൾ ഹാഫ് കുക്ക് ആയിരിക്കും. പക്ഷേ ഇത് ഫുള്ളായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമുക്കിത് എത്ര വേണമെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് ഒരു മിക്സ് വെജിറ്റബിളിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ അതൊരു 3 എണ്ണമായിട്ട് ഒരു കോംബോ ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ ഗ്രീൻ പീസ് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഗ്രീൻ പീസ് പയർ ക്യാരറ്റ് അങ്ങനത്തെ ടൈപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള സംഭവം സേമിയ വാങ്ങിയിട്ടുണ്ട് നമുക്ക് തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു ചിക്കൻ മസാലേൻ്റെ പൗഡർ കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിപ്പൊടിക്ക് ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ മുന്നേ അരിപ്പൊടിയൊക്കെ ഓഫറുള്ള സമയത്ത് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോമ്പുമ്പോൾ നമുക്ക് അത്യാവശ്യമാണല്ലോ, ഒരുപാട് ആവശ്യമുള്ള സംഭവമാണല്ലോ അരിപ്പൊടി. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫ്രൂട്ട്സ് നമുക്ക് നോമ്പിന് അത്യാവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ വാങ്ങിക്കുന്നുണ്ട്. പൊതുവേ 15 ദിവസമൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ ഷോപ്പിങ്ങിന് വരാറ്. പിന്നെ നോമ്പും കൂടി ആകുമ്പോൾ നമുക്ക് തീരെ കഴിയൂല. നോമ്പൊക്കെ നോറ്റിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴുള്ള ഈ പർച്ചേസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും കുറച്ചധികം വാങ്ങിക്കുന്നത് കിട്ടും. വെജിറ്റബിളിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. പക്ഷേ ഇവിടെ ആയപ്പോൾ കൂടുതൽ തിരക്കുണ്ട്. ഒന്നാമത് റമളാൻ്റെ പർച്ചേസിങ്ങിന് ആയിട്ട് എല്ലാവരും വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് വീക്കെൻഡും കൂടെ ആണല്ലോ. പിന്നെ അതേപോലെ കഴിഞ്ഞ ദിവസം മഴ ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾക്കും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര റഷായിരുന്നു. ഇതിനിടയിൽ ഇഷ്യൂക്കെ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ മിഠായിക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു മിഠായി ഞാൻ തൽക്കാലം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കുകയാണ്. ഞങ്ങൾ നോമ്പിന് ചോറ് കഴിക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പൂതിയാവുന്ന സമയത്ത് ഉണ്ടാക്കുക എന്നല്ലാതെ നമ്മൾ അത്താഴത്തിന് അധികം കഞ്ഞിയൊക്കെയാണ് വെക്കാറ്. ജീരകക്കഞ്ഞി അതേപോലെ വല്ലപ്പോഴും ചോറൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറി ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ചോറ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ മുരിങ്ങൻ്റെ ഇലയും അതേപോലെ ചിരങ്ങൻ്റെ ചിരങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ പൂള എടുക്കുന്നുണ്ട്. പൂള നമുക്ക് ഇറച്ചിയും പൂളൊക്കെ വെക്കാമല്ലോ നോമ്പിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇറച്ചിയും പൂളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മൈദപ്പൊടി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എടുക്കുന്ന ആൾക്കൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പല സാധനങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ.
ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ ഭയങ്കര റേറ്റാണ്, പ്രത്യേകിച്ച് നോമ്പും കൂടി ആയപ്പോൾ കൂടുതലായിട്ടുണ്ട്. പിന്നെ അതാ തേങ്ങൻ്റെ കാര്യം പറയണ്ട കേട്ടോ, തേങ്ങയ്ക്ക് ഭയങ്കര റേറ്റാണ് ഇപ്പോൾ. അപ്പോൾ ചില സമയത്ത് മാത്രമേ ചെറിയൊരു ഓഫറുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇന്നൊക്കെ 2.50 കേട്ടോ ഒരു തേങ്ങൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് തേങ്ങ ഇല്ലാതെ എന്തായാലും കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ നോമ്പിന് നമുക്ക് പ്രത്യേകിച്ചും കുറേ തേങ്ങക്കൊക്കെ ആവശ്യമല്ലേ. പിന്നെ നമ്മൾ അടുത്ത റമദാനിലെ താരമായിട്ടുള്ള വാട്ടർ മെലോൺ വാങ്ങിക്കുന്നുണ്ട്. റമദാനിൽ നമുക്ക് വാട്ടർ മെലോൺ ഇല്ലെങ്കിലും സമൂസ ഇല്ലെങ്കിലും ഒന്നും നമുക്ക് ശരിയാവില്ലല്ലോ. അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് വാട്ടർ മെലോൺ. വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ അങ്ങനെ വാങ്ങി. പിന്നെ ഇതാ നമ്മൾ ഇതിൻ്റെ ബില്ലൊക്കെ ചെയ്ത് എല്ലാ ഭാഗത്തും നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം ക്യൂ ഒക്കെ നിന്നിട്ടുണ്ട്. ഇതാ നെക്സ്റ്റ് ആയിട്ട് നമ്മളിതാ മീൻ വാങ്ങിക്കാൻ വന്നതാണ്. മീൻ നമ്മൾ നേരത്തെ നോക്കി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചെമ്മീനും അയിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. കറി വെക്കുന്ന ഐറ്റംസുകൾ മാത്രമേ നമുക്കിപ്പോൾ നോമ്പിന് ആവശ്യമുള്ളൂ കേട്ടോ. പൊന്നുസുതാ കപ്പ് കേക്കിൻ്റെയും ബണ്ണിൻ്റെ ഒക്കെ ഭാഗത്തെത്തിയപ്പോൾ ഇതാ അവിടെ സ്റ്റെക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവളിത് അവിടെ നിന്ന് ഒരു ക്രൊസൻ്റ് വാങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈപ്പ് ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസിങ് ഏകദേശമൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഇനി ഇതാ 2-3 ഐറ്റം കൂടി വാങ്ങാനുണ്ട്. നമുക്ക് ലോങ് ലൈഫിൻ്റെ പാലും അതേപോലെ എഗ്ഗൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ലാസ്റ്റായിട്ട് ഇതാ നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. നമ്മൾ റമദാനിൻ്റെ സ്പെഷ്യൽ ഐറ്റം റൂഹാബ്സയും അതേപോലെ വിംറ്റോ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ റമദാനിന് നമുക്ക് സ്പെഷ്യലാണ്. ഇക്കാക്കൊക്കെ ഇതിൻ്റെ ഡ്രിങ്കാണ് ഏറ്റവും ഇഷ്ടം. ഇവിടെ ഫേമസ് ആയിട്ടുള്ള 2 ഡ്രിങ്കാണ് ഈ റൂഹാബ്സയും വിംറ്റോ കേട്ടോ. അറബികളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ്. നല്ല ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുമാണ് കേട്ടോ. റൂഹാബ്സ് ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രം തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്രക്കും ഫേമസ് ആണ്. അങ്ങനെ അത് രണ്ടും നമ്മൾ ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോണ വഴിയിൽ നമ്മൾ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ നോക്കിയതാണ് കേട്ടോ. പൊന്നൂസ് ഇങ്ങനെ കാണിച്ചപ്പോൾ നമ്മളെപ്പോഴും കാണാറുള്ളത് തന്നെയാണ്. എനിക്ക് എപ്പോഴും പറയലുണ്ട് നല്ല റേറ്റാണ് കേട്ടോ ഈ ചോക്ലേറ്റിന്. അപ്പോൾ ഈ ഒരു ബാറിൻ്റെ ചോക്ലേറ്റിന് തന്നെ 14 ദിറംസാണ്. ഈ ഒരു ബോക്സിന് 54 ദിറംസാണ് കേട്ടോ വരുന്നത്. നമ്മളിതൊക്കെ എത്ര ചീപ്പായിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവരാറുള്ളത്. നാട്ടിലൊക്കെ ഇപ്പോൾ പോകുമ്പോൾ ലിൻഡ് കൊണ്ടുവരണ്ടെന്ന് പറയുന്ന ഒരു സ്ഥിതി ആയിക്കണം കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ മടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണെന്ന് ആളുകൾക്ക് അധികം പേർക്കും അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടുന്ന് ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റും കൂടി എടുത്തിട്ട് ഇതാ നമ്മൾ പർച്ചേസിങ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നതായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. വീട്ടിലെത്തുമ്പോഴായിരിക്കും ഓർമ്മ വരിക. അങ്ങനെ ഏകദേശമൊക്കെ നമ്മൾ ബില്ല് ചെയ്തതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഓർമ്മ ഉള്ളതൊക്കെ. അങ്ങനെ നമ്മളിതാ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ ബില്ലൊക്കെ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഫ്രണ്ടിനെ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള സ്പേസിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫറോക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇഷും പൊന്നൂസും ഇതാ എന്നോട് കോയിന് ചോദിക്കുമായിരുന്നു. കോയിൻ ഇട്ടിട്ട് മിഠായി എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൽ കേട്ടോ. അപ്പോൾ പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അത് അവരെങ്ങനെയെങ്കിലും പൈസ ഇല്ലാതെ എടുക്കാൻ കിട്ടുമെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.